പ്രഭാതഭേരി. ഉള്ളത് അതുപോലെ കാണിക്കുന്ന കണ്ണാടികൾക്ക് പകരം സ്വന്തം രൂപത്തെ ആഗ്രഹപ്രകാരം മാറ്റിയെടുക്കുന്ന ഫിൽറ്ററുകളുള്ള മൊബൈൽ ഫോൺ ക്യാമറകൾ വന്നതോടെ മറ്റിടങ്ങളിൽ എന്ന പോലെ മലയാളി സൗന്ദര്യ സങ്കല്പങ്ങളിലും അപ്പാടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ചർമ്മരോഗ വിദഗ്ധരുടെ സ്ഥാനത്ത് സാധാരണക്കാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും റീലുകളെയും പ്രതിഷ്ഠിക്കുന്നതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് അവർ എടുത്തുചാടുന്നത്. പെട്ടെന്നുള്ള തിളക്കത്തിനും പെർഫെക്റ്റ് ചർമ്മത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകളും കഴിക്കുന്ന വസ്തുക്കളും ഉണ്ടാക്കിയേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആരും ആലോചിക്കുന്ന പോലുമില്ല. വെളുത്ത ചർമ്മമാണ് സൗന്ദര്യമുള്ള ചർമ്മം എന്ന ഒരു മിഥ്യാധാരണ പലർക്കുമുണ്ട്. സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സിമി SM. അത്തരക്കാർ സ്റ്റീറോയിഡ്, ഹൈഡ്രോക്വിനോൺ തുടങ്ങിയവ അടങ്ങിയ ക്രീമുകൾ ഫെയർനെസ് ക്രീം എന്ന പേരിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ചർമ്മം വെളുക്കുമെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ തൊലിയുടെ കട്ടി കുറഞ്ഞ് ചെറിയ രക്തക്കുഴലുകൾ പ്രത്യക്ഷപ്പെടുകയും ചർമ്മത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും കാണാറുണ്ട്. ഈ ക്രീമുകളുടെ ഉപയോഗം നിർത്താൻ ശ്രമിക്കുമ്പോൾ ചർമ്മത്തിന്റെ നിറം മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇരുണ്ടതാകുന്നതുകൊണ്ട് അവർക്ക് ഈ ക്രീമുകളുടെ ഉപയോഗം നിർത്താനും പലപ്പോഴും സാധിക്കാതെ ആകും. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു ചികിത്സയാണ് ഗ്ലൂട്ടാത്തയോൺ ചികിത്സ. ഗ്ലൂട്ടാത്തയോൺ ഗുളികകൾ ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിന്റെ നിറത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാറില്ലെങ്കിലും ഗ്ലൂട്ടാത്തയോൺ കുത്തിവയ്പ്പുകൾ ഫലപ്രദമാണ്. അനേകം പ്രാവശ്യം കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ മാത്രമാണ് ചർമ്മത്തിന്റെ നിറത്തിലും ടെക്സ്ചറിലും വ്യത്യാസം കാണുന്നത്. അത് നിലനിർത്തണമെങ്കിൽ വീണ്ടും അത്തരം ഇഞ്ചക്ഷനുകൾ നമ്മൾ തുടരേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന നിറവ്യത്യാസം നിലനിർത്താനായി വീണ്ടും കുത്തിവയ്പ്പുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഡോസിൽ ദീർഘകാലം ഈ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ വൃക്കയെ ബാധിക്കുന്ന ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ ബ്യൂട്ടി ട്രെൻഡുകളെ അനുകരിച്ച് ആളുകൾ വളരെ ശക്തിയേറിയ സിറമുകളും കെമിക്കലുകളും കൃത്യമായ ഉപദേശമില്ലാതെ ഉപയോഗിക്കുന്നതായി ഡെർമറ്റോളജിസ്റ്റുകൾ ആശങ്കപ്പെടുന്നു. ഗ്ലാസ് സ്കിൻ ഭ്രമത്തിൽപ്പെട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ കാരണം ഗുണങ്ങളെക്കാളേറെ ദോഷമാണുണ്ടാകുന്നത്. ഇത്തരം ഭ്രമങ്ങളെ മുതലാക്കുന്ന വ്യാജന്മാരും തീരെ കുറവല്ല. സമൂഹ മാധ്യമങ്ങളിൽ കാണപ്പെടുന്ന ഒരു ട്രെൻഡാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ. ഗ്ലാസ് പോലെ തിളങ്ങുന്ന സ്കിൻ എന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ അറിയേണ്ടത് കൊറിയൻ റേസ് ഉള്ള ആൾക്കാരുടെ സ്കിന്നല്ല ഇന്ത്യൻ റേസ് ഉള്ളവരുടേത്, നമ്മുടെ സ്കിന്നല്ല ആഫ്രിക്കൻ അമേരിക്കൻ റേസ് ഉള്ളവരുടേത്. കൊക്കേഷ്യൻസിൻ്റെ സ്കിൻ വേറെയാണ്. അതിനിടയിൽ വേറെ നിരവധി വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും നമ്മുടെ ചർമ്മത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വംശജരുടെ സ്കിൻ വേണം നമുക്ക് എന്ന് വാശി പിടിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഇനി സ്കിൻ എന്നുള്ളത് ഒരു കവറിങ് മാത്രമല്ല, വീടിൻ്റെ പെയിൻറ് പോലെ ഒരു സംഗതിയല്ല സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ഓർഗനാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നൊക്കെ പറയും. ഇതിന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുപരി നമ്മുടെ ശരീരത്തിലേക്ക് പല കെമിക്കൽസും വലിച്ചെടുക്കാനുള്ള കഴിവും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പല ഓയിൻമെൻറ്റ്സും ക്രീംസും ഒക്കെ പുരട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് മാത്രമല്ല അത് നിലകൊള്ളുന്നത്. നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ നിരവധി രക്തക്കുഴലുകളുണ്ട്, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് വഴി ഈ കെമിക്കൽസ് അബ്സോർബ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയും ആന്തരിക അവയവങ്ങളിൽ ചെന്നെത്തുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഫെയർനെസ് ക്രീം പുരട്ടിയതിന് ശേഷം കിഡ്നി ഡാമേജ് വന്നിട്ടുള്ളത് കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ്. എല്ലാ ഫെയർനെസ് ക്രീമും അങ്ങനെയാകും എന്നല്ല, എങ്കിലും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്രകാരമുള്ള കെമിക്കൽസ് സ്കിൻ വഴി അബ്സോർബ് ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ ഒഴിവാക്കുക. നല്ല സ്കിന്നാണ് നമുക്ക് വേണ്ടതെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ഒന്ന്, മറ്റൊരാളുടെ സ്കിന്നുമായിട്ട് ദയവ് ചെയ്ത് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം പലരുടെയും സ്കിന്നിൽ പല വ്യത്യാസങ്ങൾ കണ്ടെന്നിരിക്കാം. 2, നന്നായിട്ട് ഉറങ്ങുക. 3, ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അനാവശ്യമായിട്ടും അമിതമായിട്ടുമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സ്കിന്നിൽ ദയവ് ചെയ്ത് പുരട്ടാതിരിക്കുക. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശമാണ്. സ്വയം ക്ലീൻ ചെയ്യാനും സ്വയം ഹെൽത്തി ആയിട്ടിരിക്കാനുമുള്ള കഴിവുള്ള ഒരു ഓർഗനാണ് സ്കിൻ. വെയിൽ കൊള്ളുന്നത് സൂക്ഷിക്കുക. വെയിലത്ത് പോകണം എന്നുണ്ടെങ്കിൽ കുട പിടിക്കുകയോ തൊപ്പി വയ്ക്കുകയോ അല്ലെങ്കിൽ സൺക്രീം പുരട്ടുകയോ ചെയ്യുക. ആളുകളുടെ ഈ സൗന്ദര്യഭ്രമത്തെ മുതലെടുക്കുന്ന ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളും വ്യാജ ഉൽപ്പന്നങ്ങളും വിപണിയിലുണ്ട്. ഡെർമറ്റോളജി അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇത്തരം ഉൽപ്പന്നങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ 20% വൃക്കകളിൽ കൂടെയാണ് ചലിക്കുന്നത്. സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജയൻ തോമസ് മാത്യു. അപ്പോൾ രക്തത്തിനകത്ത് എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ അത് വളരെ ഹൈ കോൺസെൻട്രേഷനിലാണ് വൃക്കകൾ എത്തുന്നത്. കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരിൽ, പ്രത്യേകിച്ചും വെളുക്കാൻ തേക്കുന്ന ഫേഷ്യൽ ക്രീം ഉപയോഗിക്കുന്നവരിൽ
കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു തരം വൃക്കരോഗമുണ്ട്, മെംബ്രനസ് നെഫ്രോപ്പതി എന്ന് പറയും. മൂത്രത്തിലൂടെ പ്രോട്ടീൻ വളരെയധികം പോവുകയും നമുക്ക് മുഖത്തും കാലിലൊക്കെ നീര് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് അന്വേഷിച്ചപ്പോൾ ഇവരുപയോഗിച്ച ഫേഷ്യൽ ക്രീമിനകത്ത് മെർക്കുറിയുടെ കണ്ടൻറ്റ് വളരെ അധികമാണ്. ഇവരുടെ രക്തത്തിലും മൂത്രത്തിലും മെർക്കുറി വളരെ അധികമായി കണ്ടുപിടിച്ചു. ഈ ക്രീം പരിശോധിച്ചപ്പോൾ സാധാരണ അനുവദിച്ചതിനെക്കാട്ടിലും 10,000 മടങ്ങ് അധികം മെർക്കുറിയുടെ കണ്ടൻറ്റ് ഈ ക്രീമിലുണ്ട്. അതുകൊണ്ട് ഈ ക്രീം നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ അത് ശരീരത്തിനകത്ത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിലൂടെ പോയി വൃക്കകളിലേക്ക് പോയി വൃക്കസ്തംഭനം അല്ലെങ്കിൽ വൃക്ക ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഈ ക്രീമുകൾ ഉപയോഗിക്കരുത്. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാൻഡേർഡായിട്ടും നല്ല കമ്പനിയിൽ നിന്നുള്ള ക്രീം ആയിരിക്കണം. അതിൻ്റെ കണ്ടൻറ്റ്സ് നോക്കണം. മെർക്കുറി ഉള്ള ക്രീം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരം, നമ്മുടെ കളർ, അത് നല്ലതാണ്. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് നീങ്ങുക. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ കണ്ട് നടത്തുന്ന സ്വയം ചികിത്സയാണ് ഏറ്റവും അപകടകരം. ഹോം റെമഡീസ് എന്ന പേരിൽ ഇറങ്ങുന്ന പ്രത്യക്ഷത്തിൽ ദോഷമില്ല എന്ന് തോന്നിയേക്കാവുന്ന സ്കിൻ കെയർ നിർദ്ദേശങ്ങൾ പോലും ചർമ്മത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുകയും ഒരിക്കലും മാറാത്ത പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. യോഗ്യതയില്ലാത്ത, കൃത്യമായ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ലേസർ ചികിത്സ നൽകുന്നവരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരും കുറവല്ല. യുവതികളിൽ മാത്രമല്ല പുരുഷന്മാരിലും കുട്ടികളിൽ പോലും ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഉപയോഗം കൂടി വരുന്നു. ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ ആർ ശ്രീകുമാർ. ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് മിക്കവാറും എല്ലാം തന്നെ കെമിക്കൽ പ്രോഡക്ട്സ് ആണ്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് പലതരം അസുഖങ്ങൾ, സ്കിന്നിലുള്ള കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് തൊട്ട് സ്കിന്നിനകത്തുള്ള ശരീരത്തിലുള്ള ഈവൻ ക്യാൻസർ വരെ ഉണ്ടാകാമെന്ന് അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ബ്യൂട്ടി പ്രോഡക്ട്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളത്. എന്നാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. അതിലൊന്ന് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ്. അതായത് നമ്മൾ മരുന്ന് ഉപയോഗിച്ച ഉടനെ തന്നെ സ്കിന്നിന് തടിപ്പും ചുവപ്പും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഉണ്ടാകുന്നത് സ്കിന്നിന് ഇറിറ്റേഷനും ഡ്രൈനസ്, സ്കിന്ന് പൊളിഞ്ഞു പോകുന്നത്. ചില ഓക്സിബെൻസോൺ, ഒക്ടിനോക്സൈറ്റ് എന്നൊക്കെ പറയുന്നത് ബോഡിയിൽ ഹാർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ സിസ്റ്റമിക് അബ്സോർപ്ഷൻ, ചില മേക്കപ്പ് സാധനങ്ങളും അത് സിസ്റ്റമിക് അബ്സോർപ്ഷൻ നടത്തി ക്യാൻസർ പോലും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരും. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കണ്ടിട്ടാണ് യുവതലമുറ തലയിലെ മുടിയിലേക്കായാലും മുഖത്തെ നിറത്തിനായാലും ബ്യൂട്ടി വർദ്ധിക്കാനായാലും പല അനാവശ്യമായിട്ടുള്ള ചില ക്ലെയിമുകൾ ഈ ബ്യൂട്ടി പാർലറുകാരും ഈവൻ ചിലപ്പോൾ സ്കിൻ ഡോക്ടർമാരും ഈവൻ അഡ്വർടൈസ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് മാർക്കറ്റിൽ നിന്നും ഒഴിപ്പിക്കാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കാലത്തിന്റെ ആവശ്യമാണ്. ഇത്തരം സൗന്ദര്യഭ്രമങ്ങൾക്ക് പിന്നിലെ മനഃശാസ്ത്രവും കാണാതിരുന്നുകൂടാ. നിരന്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, റീലുകളിലൂടെ ഇതാണ് സൗന്ദര്യം എന്ന് സെറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നത് ചെറുതായൊന്നുമല്ല. സൗന്ദര്യത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് പരസ്യം നൽകുന്ന കമ്പനികളാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ അരവിന്ദൻ. അവരുടെ സാധനങ്ങൾ വിറ്റുപോകാൻ വേണ്ടി സൗന്ദര്യ മാനദണ്ഡങ്ങൾ അവർ നിഷ്കർഷിക്കുകയും ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു അതിന്റെ സ്വാധീനവും അതിൽ വീഴ്ന്നു പോകുന്ന, അതിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സമൂഹവും നിലനിൽക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടോടെ മനസ്സിലാക്കാതെ പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുകയും പിന്നെ റീസെന്റ് ട്രെൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് നമ്മളൊരു ആൾക്കാരുടെ ഒരു രീതിയാണല്ലോ. ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീണു കഴിഞ്ഞാൽ പലപ്പോഴും മാനസിക അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് സെൽഫ് ഇമേജ് തകരാറിലാക്കുക, പിന്നെ അവർക്ക് തന്നെ ശാരീരിക അസുഖങ്ങൾ ഉണ്ടാക്കുക, ആത്മവിശ്വാസവും ആത്മാഭിമാന ബോധവും ഒക്കെ ഇല്ലാതാക്കുക ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യങ്ങളുമാണ്. പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ടെങ്കിൽ തന്നെയും കൂടുതലും നെഗറ്റീവായിട്ടുള്ള വശങ്ങളാണ്. അത് നമ്മളെ സ്വാധീനിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അത് നല്ലത് ചീത്ത മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആർജിക്കേണ്ടതും നേടിയെടുക്കേണ്ടതും ആവശ്യമാണ്. പോഷകാഹാര വിദഗ്ധ ശുഭശ്രീ പ്രശാന്ത്. കൃത്യമായ രീതിയിൽ എപ്പോഴും അല്ലെങ്കിൽ ക്രമമായ രീതിയിലുള്ള ഒരു ചർമ്മ സംരക്ഷണം വേണമെങ്കിൽ നമുക്ക് ആന്തരികമായി തന്നെ പോഷകങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ ചർമ്മത്തിന് സഹായകരമായ പോഷകാഹാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ, അതിൽ പ്രധാനമായിട്ടുള്ളതാണ് വൈറ്റമിൻ എ. ചർമ്മത്തിൻ്റെ നവീകരണത്തിന് ഏറ്റവും ഉതകുന്ന ഒരു പോഷകമാണ്. നമ്മുടെ ക്യാരറ്റ്, മത്തങ്ങ, ചീര തുടങ്ങി
ഒരുപാട് ഇനങ്ങളിൽ വിറ്റാമിൻ എ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിറ്റാമിൻ സി, അതാണ് നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക തുടങ്ങിയവയിലെല്ലാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ സഹായകരമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ കടൽ മത്സ്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസുകൾ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ പ്രായം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അതുതന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് വെള്ളം. അതായത് എപ്പോഴും നമ്മുടെ ചർമ്മത്തിൽ ജലാംശം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. കൃത്യമായ ഉറക്കം അനിവാര്യമാണ്. കൃത്യമായ വ്യായാമം ചെയ്യുക, അമിതമായ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയെല്ലാം തന്നെ നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സൗന്ദര്യ സംരക്ഷണം എന്നത് വൈറൽ ട്രെൻഡുകളോ റീലുകളോ അല്ലെന്നും പോഷകാഹാരവും ഉറക്കവും കൃത്യവും ശാസ്ത്രീയവുമായി ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഉപദേശങ്ങളിലൂടെ നേടേണ്ടതാണെന്നും ഉപഭോക്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപഭോഗത്തിലും ഡിജിറ്റൽ സാക്ഷരതയിലും ഏറ്റവും മുന്നിലുള്ള കേരളം ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടാകരുതല്ലോ.